എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ അടുത്ത ആഴ്ചയിൽ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ശബരിമല പോകുന്നതിന് മുമ്പ് ഉണ്ണിമോള് പറഞ്ഞു, അതെ എനിക്ക് ശിവലിംഗത്തിന്റെ അടുത്ത് പോയി അവിടെ പോയി എല്ലാം അടിച്ചു തൂത്ത് വൃത്തിയാക്കി ഇടണം, അങ്ങനെ പൂവൊക്കെ പറിച്ചു വെച്ചിട്ട് വേണം എന്ന് പറയണം. ഇത് കേട്ടപ്പോ മുത്തശ്ശി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അനസൂയനെയും കൂടെ കൂട്ടിക്കോളാൻ പറയണം. അങ്ങനെ അനസൂയ ഉണ്ണിമോളും കൂടെ നേരെ ആ ശിവലിംഗത്തിന്റെ അടുത്തേക്ക് പോവാണ്. അപ്പൊ അവിടെ പോയി ഉണ്ണിമോളാണ് എല്ലാ ദിവസവും രാവിലെ അവിടെ എല്ലാം അടിച്ചു തൂത്ത് വൃത്തിയാക്കി ഇടുന്നൊക്കെ. അങ്ങനെ പതിവ് പോലെ ഉണ്ണിമോൾ ആ ജോലി ചെയ്യാനായിട്ട് പോവാണ്. ഉണ്ണിമോൾക്ക് അത് ചെയ്യാതെ പോകാനായിട്ട് മനസ്സ് വന്നില്ല. ആ സമയം അനസൂയയുടെ മനസ്സിൽ പല പല ചിന്തകൾ വന്നേ. ഈ സമയം നല്ല സമയമാണ് ഉണ്ണിമോളെ ഇല്ലാതാക്കാനായിട്ട്. എന്തിനേറെ പറയുന്നു, ഒരു പക്ഷേങ്കിൽ ഈ ഒരു ഇതോട് കൂടിയിട്ട് ഉണ്ണിമോളുടെ കാര്യത്തിനൊരു തീരുമാനമാക്കാം. പരദേവതകൾ ഇപ്പം മിക്കവാറും തന്നെ അനുഗ്രഹിക്കും. നാഗം വന്ന് അവളെ ഇപ്പം കൊത്താൻ പറ്റിയ സമയം, അവളെ ഇല്ലാതാക്കാൻ പറ്റിയ സമയം എന്നൊക്കെ ഓർത്തോണ്ട് അനസൂയ അങ്ങോട്ട് ഉണ്ണിമോളുടെ പുറകെ അങ്ങോട്ട് പോവാണ്. ഉണ്ണിമോള് പക്ഷെ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ഉണ്ണിമോളൊന്നും അറിയത്തില്ലാതെ അനസൂയയോട് ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് പോവാ. ഇതേ ഞാൻ മലയ്ക്ക് പോയിട്ട് വരുവാണെങ്കിൽ എന്റെ പ്രശ്നങ്ങളൊക്കെ തീരുമാനിക്കും അല്ലേ അമ്മേന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടതും അനസൂയ പറഞ്ഞു, അതെ മോളെ പ്രശ്നങ്ങളെല്ലാം തീരും, മോൾക്കൊന്നും സംഭവിക്കില്ല. ഇതേ അറിയാലോ, അയ്യപ്പസ്വാമിയോട് നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ മതി. പോരാത്തതിന് അത് ഞാനിവിടെ പൂജകളൊക്കെ നടത്തുന്നില്ലേ, പൂജകളും വഴിപാടുകളൊക്കെ നടത്തുന്നില്ലേന്ന് ചോദിക്കുകയാണ്. ആ സമയം ഉണ്ണിമോളെ പിന്തുടരുവാണ് ആ നാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നാഗത്തിന്റെ ഉള്ളില് യമദേവന്റെ പ്രഭാവമുണ്ട്. എങ്ങനെയെങ്കിലും യമദേവൻ ഉണ്ണിമോളെ ഇല്ലാതാക്കണം. അതിനു വേണ്ടിയിട്ട് ഒരു മാർഗം വേണല്ലോ. അതിനാണ് നാഗത്തിന്റെ കൂടെ കൂടിയിരിക്കുന്നത്, ആ പരദേവതകളുടെ കൂടെ കൂടിയിരിക്കുന്നത്. ഈ സമയം അനസൂയ ഇച്ചിരി ഫ്രണ്ടിലേക്ക് അങ്ങ് നടക്കുകയാണ്. അപ്പോൾ ഉണ്ണിമോള് പുറകെ വരിക. ഉണ്ണിമോളുടെ പുറകെ ആ നാഗം ഇങ്ങനെ വന്നു. നാഗം വന്നിട്ട് ഉണ്ണിമോളുടെ കാലിനിട്ട് ഇങ്ങനെ കൊത്തുവാണ്. ഉണ്ണിമോൾ പെട്ടെന്ന് ഓർത്തെന്തോ കാലിൽ എന്തോ ഒരു മുള്ളു കടിച്ച പോലെ ഉണ്ണിമോൾക്ക് തോന്നുവാണ്. നോയി കഴിഞ്ഞപ്പോഴത്തേനും കാലെ എന്തോ കടിച്ച പോലെ തോന്നി. അമ്മേ അവിടെ നിക്കമ്മേന്ന് പറയണ. എന്താ മോളെ, എന്താ കാര്യം എന്താന്ന് ചോദിക്കും. എന്റെ കാലിൽ എന്തോ കടിച്ച പോലെ എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയണേ. അത് ഉണ്ണിമോൾക്ക് വെറുതെ തോന്നായിരിക്കും, വല്ല മുള്ളോ മറ്റോ കൊണ്ടായിരിക്കും എന്ന് പറയാം. അല്ലമ്മേ, ഇവിടെ എന്താ കടിക്കാൻ ഇപ്പൊ ഇരിക്കുന്നേ, ഇവിടെ ഒന്നും ഇല്ലല്ലോ, ഇങ്ങോട്ട് വരാൻ പറയണം. അനസൂയക്ക് അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കണം തോന്നി. കാരണം പരദേവതകൾ തന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. അവളെ കാലിൽ കൊത്തിയിരിക്കുന്നു. അനസൂയക്ക് പെട്ടെന്ന് മനസ്സിലായി. വാ മോളെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. ഉണ്ണിമോള് പിന്നെ അവിടെ ചെന്നിട്ട് അവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ ഉണ്ണിമോൾക്ക് വയ്യാത്തൊരു ഒരവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. പക്ഷെ അനസൂയക്ക് ഇത് അറിയാമെങ്കിലും അനസൂയ അത് മൈൻഡ് ചെയ്തില്ല. ഇവൾ ഇതോടുകൂടി തീരണം, ഇവളുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകണം. ഇനി ഇത് വൈകിപ്പിച്ചുകൂടാ. ഇവളെ ചിലപ്പോൾ ഇപ്പൊ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇവളുടെ ജീവൻ തിരികെ പിടിക്കും. എത്രയും വൈകിപ്പിക്കാവോ അത്ര സമയം ഇവളെ ഇവിടെ വൈകിപ്പിക്കണം എന്നൊക്കെ ഓർത്തോണ്ട് അനസൂയ അവിടെ പിടിച്ചു നിർത്തുവാണ്. അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ണിമോൾക്ക് ഭയങ്കര അവശതയായി. അവസാനം ഉണ്ണിമോള് പറഞ്ഞു, നമുക്ക് പോകാം അമ്മയെന്ന് പറയണം. അങ്ങനെ അവര് വരുവാണ്. ഈ സമയത്ത് വിനോദ് എന്ത് ചെയ്യണം, ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് ശബരിമലയ്ക്ക് പോകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണ്. അപ്പൊ ഉണ്ണിമോളെ ആരെയും കൂടെ വേണം പറഞ്ഞു വിടാനായിട്ട്. അങ്ങനെ ക്ഷേത്രത്തിൽ നിന്ന് തിരുമേനിയുടെ കാര്യങ്ങളൊക്കെ പറയണം. തിരുമേനി ഇന്ന് ഉണ്ണിമോള് ശബരിമലയ്ക്ക് പോകാൻ തീരുമാനിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും തിരുമേനിക്കും ഒരു വിഷമമുണ്ട്. തിരുമേനി പറഞ്ഞു, എന്നെ കാണാനായിട്ട് ഉണ്ണിമോള് വന്നിട്ടുണ്ടായിരുന്നു, മോളുടെ വിഷമം കേട്ട് എനിക്ക് സഹിച്ചില്ല. ഒരു പക്ഷെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് ചെന്ന് കഴിയുമ്പോഴത്തേനും ഉണ്ണിമോളുടെ ദോഷം മാറുമെങ്കിൽ അതില് നല്ല കാര്യം, ഉണ്ണിമോള് പോയിട്ട് വരട്ടെ എന്ന് പറയണം. ഇന്ന് ഇവിടുന്ന് കുറച്ച് സ്വാമിമാര് പോകുന്നുണ്ട് മലയ്ക്ക്, അപ്പൊ അവരുടെ കൂടെ വിട്ടാൽ മതി എന്ന് പറയണം. വിനോദ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് പോകാൻ പറ്റില്ല, കാരണം അനസൂയ ഇന്ന് സർപ്പക്കാവിൽ ഒരു പൂജ നടത്തുന്നുണ്ട്, അപ്പൊ ആ കൂടെ ഞാൻ നിൽക്കണമെന്നൊക്കെ. അത് പക്ഷേങ്കില് അനസൂയയുടെ തന്ത്രമാണെന്നുള്ള കാര്യം ഈ തിരുമേനിക്കോ വിനോദിനോ ആർക്കും അറിയത്തില്ലോ. പിന്നീട് മുത്തശ്ശിയും കൂടെ അങ്ങോട്ട് വരുവാണ്. അങ്ങനെ അവര് വന്ന് ഉണ്ണിമോൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇനിയും ഉണ്ണിമോള് വന്നാൽ പിന്നെ കെട്ട് നിറച്ച് പോയാൽ മാത്രം മതി. അപ്പൊ അവരങ്ങനെ വന്ന് കാത്തിരിക്കുകയാണ്. ഈ സമയത്താണ് ഉണ്ണിമോളെയും കൂട്ടിക്കൊണ്ട് അനസൂയ അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും വിനോദ് ചോദിച്ചു, എന്ത് പറ്റും മോളെ, എന്താ കാര്യം ചോദിക്കുക. എന്താന്ന് അറിയത്തില്ല, ഇത് എന്റെ കാലയില് എന്തോ കടിച്ച പോലെ തോന്നുന്നുണ്ടെന്ന് പറയണേ. കടിച്ചതുപോലെ. ഇത് കേട്ടപ്പത്തിന് അനസൂയ പറഞ്ഞു, അത് വല്ല മുള്ളോ മറ്റോ ആയിരിക്കും എന്ന് പറയണ. മുള്ളോ നോക്കട്ടെ എന്ന് പറയണ. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും രണ്ട് പാട്, പാമ്പ് കൊത്തിയ പോലെയുള്ള പാട്, ചോര വന്നിരിക്കുന്നു. അനസൂയ നീ ഇതും കൂടെ നോക്കാൻ പറയണം. അനസൂയ നോക്കി, അയ്യോ ഇത് വിനോദേട്ടാ, ഇത് നാഗം കൊത്തിയതുപോലെ ഉണ്ടല്ലോ എന്ന് പറയണം. ഇത് കേട്ട് വിനോദ് പറഞ്ഞു, അയ്യോ ഉണ്ണിമോളെ, പെട്ടെന്ന് മുത്തശ്ശി എന്റെ അയ്യപ്പസ്വാമിന്ന് വിളിച്ച് കരയണം. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഗിരിദേവനും വനമാലിയും കൂടെ വരുവാണ്. ഉണ്ണിമോൾ ആകെപ്പാടെ കുഴഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഉണ്ണിമോൾ അങ്ങനെ അബോധാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം ഗിരിദേവൻ പറഞ്ഞു,
ഇതേ ഇത് സർപ്പദംശനം ഏറ്റാന്ന് പറയണം. ഉണ്ണിമോൾക്ക് സംഭവിക്കാൻ പോകുന്ന ദുരന്തത്തെക്കുറിച്ച് ഈ പറയുന്ന മുത്തശ്ശിക്കും വിനോദിനും എല്ലാം അറിയായിരുന്നു. അവരുടെ ഉള്ളിൽ ഞെട്ടലുണ്ടായി. ഒരു പക്ഷെ ഇങ്ങനെയാണോ ഉണ്ണിമോളുടെ മരണം, ഒന്നും അറിയാൻ പാടില്ല. എന്റെ അയ്യപ്പസ്വാമി കാത്തോണേ. ഏറ്റവും വലിയ ഉണ്ണിമോളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഉണ്ണിമോള് മരിക്കുന്നതിന് മുമ്പ് ഉണ്ണിമോൾക്ക് അയ്യപ്പസ്വാമിനെ കാണണം. അയ്യപ്പസ്വാമി എന്ന് പറഞ്ഞാൽ ഉണ്ണിമോള് കണ്ട സ്വപ്നത്തിലെ അയ്യപ്പസ്വാമി എന്ന് പറഞ്ഞാൽ പുലിപ്പുറത്ത് ഏറി വരുന്ന ഗിരിദേവന്റെ മുഖമാണ്. പക്ഷെ അതല്ലല്ലോ തനിക്ക് ശബരിമല പോയി അയ്യപ്പസ്വാമിനെ കാണണമെന്നൊരാഗ്രഹം. അത് നിറവേറ്റി കൊടുക്കാനാണ് അവസാനത്തെ ആഗ്രഹമല്ലേ ഉണ്ണിമോളുടെ. അതെങ്കിലും നിറവേറ്റി കൊടുക്കണ്ടേ എന്നൊരു ചിന്ത ഉണ്ണിമോളുടെ മനസ്സിൽ, അല്ല എന്നൊരു ചിന്ത വിനോദിന്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ണിമോളെ മാല ഇടിയിച്ച് മലയ്ക്ക് കൊണ്ടാനായിട്ട് വിനോദ് തീരുമാനിച്ചു തന്നെ. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശി പറഞ്ഞു, ദേ നമുക്ക് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടാന്ന് പറയാണ്. അനസൂയ പറഞ്ഞു, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോക്കോ, പക്ഷെ എങ്കിൽ പറയാൻ പറ്റില്ല എങ്ങനെയായി തീരുമെന്ന്. എനിക്കിത് കണ്ടിട്ട് അത്ര ഇത് നല്ലതായിട്ട് തോന്നുന്നില്ലെന്ന് പറയാണ്. ഈ സമയം ഗിരിദേവനും വനമാലിയും പരസ്പരം നോക്കിയൊന്ന് പുഞ്ചിരിക്കുകയാണ്. അനസൂയയുടെ ഒന്നും അറിയത്തില്ലാത്ത ഒരു മട്ടിലുള്ള നിപ്പും മട്ടും ഭാവമൊക്കെ അനസൂയ കാരണമാണ് ഇപ്പൊ ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഉണ്ണിമകളുടെ കയ്യിലുള്ള ആ ദിവ്യാങ്കുലിയെ അനസൂയ പറഞ്ഞിട്ടാണ് ഊരി മാറ്റിയിരിക്കുന്നത്. അതൊക്കെ പക്ഷെ ഈ പറയുന്ന മുത്തശ്ശിക്ക് വേറെ ആർക്കും അറിയത്തില്ല. ഗിരിദേവനും വനമാലിക്കൊക്കെ അറിയത്തുള്ളൂ. പിന്നീട് വിനോദ് ഉണ്ണിമോളെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവര് നോക്കിയിട്ട് പറഞ്ഞു ഇനി അവർക്കൊന്നും ചെയ്യാനില്ലെന്ന് പറയുകയാണ്. അവസാനം അവരും കൈതറിഞ്ഞ് വിടുവാണ്. കാരണം ഇനിയിപ്പം ഇവിടെ എത്തിയിട്ടും കാര്യമില്ലെന്ന് പറയാം. അങ്ങനെ അവസാനം വിനോദ് ഉണ്ണിമോളെ കൊണ്ട് വീട്ടിലേക്ക് പോരുവാണ്. ഉണ്ണിമോൾക്ക് വീട്ടിലേക്ക് വരണമെന്നായിരുന്നു ആഗ്രഹം. ഉണ്ണിമോള് പതുക്കെ ബോധമില്ലാത്ത അവസ്ഥയിലാണെങ്കിലും ഉണ്ണിമോൾ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് വീട്ടിൽ പോകണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവസാനം വീട്ടിലേക്ക് കൊണ്ടുവരുവാണ്. വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഉണ്ണിമോളെ അവിടെ കിടത്തി കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശി അവിടെ നിന്ന് കരഞ്ഞ് അപേക്ഷിക്കുകയാണ്. ആ സമയം വിനോദ് ഒരു കാര്യം തീരുമാനിച്ചു. ഇനി എത്രയും പെട്ടെന്ന് ഉണ്ണിമോൾക്ക് പോകാൻ പറ്റില്ല, താൻ ശബരിമലയ്ക്ക് പോകണം. ശബരിമലയ്ക്ക് പോയി അയ്യപ്പസ്വാമിനെ കണ്ട് അപേക്ഷിക്കണം എന്ന് കരുതിയിട്ട് തന്റെ ഉണ്ണിമോളുടെ ജീവന് വേണ്ടിയിട്ട് വിനോദ് അങ്ങനെ പോകാൻ തീരുമാനിക്കുകയാണ്. ആ സമയം അനസൂയ വളരെ തന്ത്രപരമായിട്ട് വിനോദിനോട് പറഞ്ഞു, അതെ ഇനിയിപ്പോ സർപ്പക്കാവ് പൂജ നടത്തിയിട്ട് കാര്യമുണ്ടെന്ന് തോന്നില്ല. ഉണ്ണിമോൾക്ക് ഇങ്ങനെ ദംശമായിട്ടല്ലോ, അപ്പൊ ഇനിയിപ്പോ പൂജ നടത്താൻ പറ്റില്ല എന്നൊക്കെ പറയാണ്. വിനോദ് അത് വിശ്വസിച്ചു. അതുകൊണ്ട് വിനോദ് പറഞ്ഞു, ഞാൻ ശബരിമലയ്ക്ക് പോയിട്ട് വരാം. എനിക്ക് എന്റെ ഉണ്ണിമോളുടെ ജീവൻ രക്ഷിക്കണമെന്ന് പറയാണ്. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം അവളെ മലയ്ക്ക് കൊണ്ടുപോകണം എന്നുള്ളത്. പക്ഷെ ഈ അവസ്ഥയിൽ അവളെ എന്നെ എങ്ങനെ കൊണ്ടുപോകുന്ന അറിയത്തില്ല എന്ന് പറയണം. മുത്തശ്ശിയും കരയോ. ഈ സമയം ഉണ്ണിമോള് പറഞ്ഞു, എനിക്ക് അയ്യപ്പസ്വാമിനെ കാണണം, എനിക്ക് മലയ്ക്ക് പോകണമെന്ന് പറയാണ്. ഞാൻ അതിനു മുമ്പ് മരിച്ചു പോവാ മുത്തശ്ശി, എന്റെ ആഗ്രഹം നടക്കില്ല എന്ന് ചോദിക്കാം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ മുത്തശ്ശി പറഞ്ഞു, മോള് പേടിക്കണ്ട, മോൾക്കൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ലെന്ന് പറയാം. മോളുടെ ആഗ്രഹം അയ്യപ്പസ്വാമി നിറവേറ്റി തരും. ഈ മുത്തശ്ശിയല്ലേ പറയണേ. മുത്തശ്ശി പറഞ്ഞ മോൾക്ക് വിശ്വാസമില്ല എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ ഉണ്ണിമോൾ അവിടെ കിടക്കുക. ഈ സമയം ഉണ്ണിമോളുടെ മരണത്തിന് വേണ്ടി കാത്തുകെട്ടി അനസൂയ അവിടെ ഇരിക്കുകയാണ്. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല. ഒരു പക്ഷെ ഇനി അയ്യപ്പസ്വാമി കടാക്ഷിക്കോ. പക്ഷെ ഒരാളുടെ ആയുസ് തീർന്നിട്ടുണ്ടെങ്കിൽ അയാളെ കൊണ്ടുപോകാനായിട്ട് യമദേവൻ വരുമെന്ന് പറഞ്ഞാൽ ആയുസ് നീട്ടി കൊടുക്കേണ്ട ആർക്കും സാധിക്കില്ല. ഇനിയിപ്പോ എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് അറിയത്തില്ല. ഉണ്ണിമോൾ ജീവിതത്തിലേക്ക് മടങ്ങി വരുമോന്നും അറിയത്തില്ല. അവസാനം ഉണ്ണിമോളുടെ ആഗ്രഹം സാധിക്കും. അയ്യപ്പസ്വാമിനെ കാണും. ഗിരിദേവനാണ് അയ്യപ്പസ്വാമി എന്നുള്ള കാര്യം ഉണ്ണിമോൾ തിരിച്ചറിയും. ഇത്രയും കാലം തന്റെ കൂടെ ഉണ്ടായിരുന്നേ അയ്യപ്പസ്വാമി എന്നുള്ള സത്യം ഒരു പക്ഷെ മരിക്കുന്നതിന് മുമ്പ് തന്നെ ഉണ്ണിമോൾ അറിയായിരിക്കും. ഇനിയിപ്പം മരിക്കോ ഇല്ലയോ ഒക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം കേട്ടോ. എന്താണല്ലോ ഇനി നമ്മൾ കാണാൻ പോകുന്ന കുറച്ച് സങ്കടകരമായ വിശേഷങ്ങളാണ്. ഇത്രയും നാളെന്ന് പറഞ്ഞാൽ ഉണ്ണിമോളുടെ കഥയൊക്കെ വരുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഉണ്ണിമോളെ കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ഉണ്ണിമോളെ ഓരോ അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിക്കുന്നതൊക്കെ. പക്ഷെ ഇനിയിപ്പോ അങ്ങനെ ഉണ്ണിമോൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് അനസൂയയെ വെറുതെ വിടാൻ പോയില്ല. അനസൂയക്ക് നല്ല ശിക്ഷ തന്നെ കിട്ടും. നാഗദേവതകൾ തന്നെ മിക്കവാറും അനസൂയക്ക് അതിനുള്ള ശിക്ഷ കൊടുക്കും. അനസൂയയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞൊക്കെ പോവും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.